ലൈവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും പുതിയ PSC തീരുമാനം അനുസരിച്ച് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ തസ്തികകളാണ് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അതോടൊപ്പം തന്നെ 222ഓളം താൽക്കാലിക തസ്തികകൾക്ക് തുടർച്ചാനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ തന്നെ, ഈ വർഷം നടത്തിയ പരീക്ഷകളിലൊക്കെ തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊക്കെ തസ്തികകളിലാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ തസ്തികകളാണ് എന്ന് നോക്കാം. എറണാകുളത്ത് നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിലെ 3 HSLC തസ്തികകളും 2 HSLC ജൂനിയർ തസ്തികകളും ഒരു ലാബ് അസിസ്റ്റന്റ് തസ്തികയും പുതുതായി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഒരു HSLC ജൂനിയർ ഇംഗ്ലീഷ് തസ്തിക സീനിയറായി ഉയർത്തുകയും ചെയ്യും. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടേറിയറ്റ് ഇലക്ട്രോണിക്സ് വിഭാഗം സെക്ഷൻ ഓഫീസിൽ നിലനിൽക്കുന്ന അധിക ജോലിഭാരം പരിഗണിച്ച് 2 എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് തസ്തിക സൃഷ്ടിക്കാനും മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് 222 താൽക്കാലിക തസ്തികകൾക്ക് തുടർച്ചാനുമതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഇടുക്കി, കരിമണ്ണൂർ, കട്ടപ്പന, മുരിങ്ങാശ്ശേരി, നെടുങ്കണ്ടം, രാജകുമാരി എന്നീ 6 പ്രത്യേക ഭൂമി പതിവ ഓഫീസുകളിലെയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ LA യൂണിറ്റ് നമ്പർ 1 സ്പെഷ്യൽ തഹസീൽദാരുടെ കാര്യാലയത്തിലെയും 29 തസ്തികകൾ ഉൾപ്പെടെ 203 താൽക്കാലിക തസ്തികകളും ഇടുക്കി ജില്ലയിലെ പീരുമേട് ഭൂമി പതിവ ഓഫീസിലെ 19 താൽക്കാലിക തസ്തികകളും ഉൾപ്പെടെ ആകെ 222 താൽക്കാലിക തസ്തികകൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി 1 വർഷത്തേക്ക് തുടർച്ചാനുമതി നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 469/2024, എറണാകുളം ജില്ലാ ആരോഗ്യ വകുപ്പിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 202/2024, പോലീസ് സർവീസിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ടെലികമ്മ്യൂണിക്കേഷൻസ് പട്ടികവർഗം കാറ്റഗറി നമ്പർ 748/2024, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വകുപ്പിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി കാറ്റഗറി നമ്പർ 472/2024, 491/2024 എന്നിവയുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. അഭിമുഖം, കായിക പരീക്ഷ എന്നിവയ്ക്ക് ശേഷം റാങ്ക് പട്ടിക തയ്യാറാക്കും. അതിനുള്ള തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പില് CR ടെക്നീഷ്യൻ ഗ്രേഡ് 2, സ്റ്റെർലെ സ്പെഷ്യൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2 പട്ടികജാതി LCAI OBC കാറ്റഗറി നമ്പർ 409/2024, അതുപോലെ തന്നെ 410/2024, 411/2024 തസ്തികയുടെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടും PSC യോഗം നിർദ്ദേശിച്ചു. രേഖാപരിശോധനയ്ക്ക് ശേഷം റാങ്ക് പട്ടിക തയ്യാറാക്കും. അതുപോലെ തന്നെ പരിശോധനയുടെ തീയതി ഉദ്യോഗാർത്ഥികളെ ഫോൺ പ്രൊഫൈൽ സന്ദേശങ്ങളിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 4 തസ്തികകൾക്ക് ചുരുക്കപ്പട്ടികയും CSR ടെക്നീഷ്യൻ സാധ്യതാ പട്ടികയും അതുപോലെ തന്നെ 222 താൽക്കാലിക തസ്തികകൾക്ക് തുടർച്ചാനുമതി നൽകുന്നതിനും പുതിയ തസ്തികകളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും മന്ത്രിസഭാ യോഗങ്ങളും PSC യോഗങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ തസ്തികകളിലൊക്കെ തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തസ്തികകളിലൊക്കെ തന്നെ 45 ദിവസത്തിനുള്ളിൽ സാധ്യതാ പട്ടിക എല്ലാം തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.